നമസ്തേ. അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിലെ വഴിപാടുകളുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന വിവാദങ്ങളെക്കുറിച്ച് ചില വസ്തുതകൾ പറയാം. കള്ളം ആരോപിക്കാൻ തുടങ്ങിയ രാഷ്ട്രീയ നേതാക്കൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും ശ്രീരാമ ജന്മഭൂമി മുക്തി പ്രസ്ഥാനം മുതൽ കോടതികളിലെ ശതാബ്ദങ്ങൾ നീണ്ട പോരാട്ടങ്ങൾ, ഒടുവിൽ ഭവ്യവും ദിവ്യവുമായ രാമക്ഷേത്ര നിർമ്മാണം വരെ ശ്രീരാമൻ, അദ്ദേഹത്തിന്റെ ക്ഷേത്രം, രാമചരിതമാനസം, ഗോസ്വാമി തുളസിദാസ്, രാമഭക്തർ എന്നിവരോട് എങ്ങനെയുള്ള ചിന്താഗതിയായിരുന്നു എന്ന് ആലോചിച്ച് നോക്കുക. വർഷം 2021 ഇതേ പാർട്ടികളും ചില രാഷ്ട്രീയ നേതാക്കളും ചേർന്ന് ഭൂമി കുംഭകോണം എന്ന പേരിട്ട് ഒരു വ്യാജ പ്രചരണം കെട്ടിച്ചമയ്ക്കാൻ ശ്രമിച്ചിരുന്നു. ആരോപണം ഉന്നയിച്ചവർ അക്കാലത്തും യാതൊരുവിധ പരാതിയോ FIR ഫയൽ ചെയ്തിരുന്നില്ല. ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് ശ്രീരാമ ജന്മഭൂമി ന്യാസിന്റെ പ്രതിച്ഛായയെയും കോടിക്കണക്കിന് രാമഭക്തരുടെ വിശ്വാസത്തെയും തകർക്കുക എന്നത് മാത്രമാണ് ഇവരുടെ പ്രധാന ലക്ഷ്യമെന്നാണ്. ഭക്തർ ദൈവത്തിന് സമർപ്പിക്കുന്ന പണത്തെ ചന്ത, പിരിവ്, വരിസംഖ്യ പോലുള്ള വാക്കുകൾ കൊണ്ട് വിശേഷിപ്പിച്ച് ഇവർ ഹൈന്ദവ വിശ്വാസത്തെ അവഹേളിക്കുകയാണ് ചെയ്തിരുന്നത്. ഇത്തവണയും ആരോപണം ഉന്നയിക്കുന്നവർ പോലീസിലോ കോടതിയിലോ യാതൊരു പരാതിയും നൽകിയിട്ടില്ല. കൂടാതെ ഈ കേസിനായി രൂപീകരിച്ച SITക്ക് അല്ലെങ്കിൽ ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർക്ക് യാതൊരു തെളിവും കൈമാറിയിട്ടുമില്ല. കേവലം സോഷ്യൽ മീഡിയയിലൂടെ തികച്ചും കാൽപ്പനികവും കെട്ടിച്ചമച്ചതുമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്ന തിരക്കിലാണ് അവർ. ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ന്യാസിനുമേൽ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളിൽ നിഷ്പക്ഷമായ അന്വേഷണം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ട്രസ്റ്റിന്റെ തന്നെ അഭ്യർത്ഥന പ്രകാരം വെറും 24 മണിക്കൂറിനുള്ളിൽ SIT അഥവാ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. ചമ്പത് റായിജിയും അനിൽ മിശ്രജിയും തന്നെയാണ് ഏറ്റവും ആദ്യം SITക്ക് മുന്നിൽ സ്വയം ഹാജരായത്. ഹൈപ്പ് മോഷണം, സൈഫൈ മഹോത്സവം, നാഷണൽ ഹെറാൾഡ്, ചീപ്പ് കുംഭകോണം, ബോഫോഴ്സ് കുംഭകോണം, മദ്യ കുംഭകോണം തുടങ്ങിയ എണ്ണമറ്റ അഴിമതികളിലെ പ്രതികൾ ആരെങ്കിലും എപ്പോഴെങ്കിലും ഒരു SIT അന്വേഷണം സ്വയം ആവശ്യപ്പെട്ടിട്ടുണ്ടോ? അവർ ഏതെങ്കിലും വക്കീലിന്റെ സഹായമില്ലാതെയോ അല്ലെങ്കിൽ മറ്റ് ഒഴിവുകഴിവുകൾ പറയാതെയോ ഏതെങ്കിലും SITക്ക് മുന്നിലോ കോടതിക്ക് മുന്നിലോ സ്വയം ഹാജരായിട്ടുണ്ടോ? നെഹ്റുജി, രാജീവ് ഗാന്ധിജി, മൻമോഹൻ സിംഗ്, അന്തരിച്ച മുലായം സിംഗ് ജി അല്ലെങ്കിൽ കെജ്രിവാൾ ജി തുടങ്ങിയ നേതാക്കൾ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ രാജിവെച്ചിട്ടുണ്ടോ? SIT ഇതുവരെ ഔദ്യോഗിക പ്രസ്താവനകളൊന്നും പുറപ്പെടുവിച്ചിട്ടില്ല. അതിനാൽ സോഷ്യൽ മീഡിയ, മാധ്യമങ്ങൾ കൂടാതെ സിവിൽ ബ്ലോഗർമാർ എന്ന് അവകാശപ്പെടുന്നവർ പങ്കുവയ്ക്കുന്ന വിവരങ്ങൾ കേവലം ആരോപണങ്ങൾ മാത്രമാണ്. ഇവയുടെ വിശ്വാസ്യത ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ല. ഇതുവരെയുള്ള വിവരങ്ങൾ അനുസരിച്ച് ഏതെങ്കിലും ട്രസ്റ്റുമാരുടെ ഭാഗത്തു നിന്ന് നടപടിക്രമങ്ങളിൽ ഏതെങ്കിലും വീഴ്ച പറ്റിയിട്ടുണ്ടാകുമെങ്കിലും മനഃപൂർവമായ യാതൊരു തെറ്റും സംഭവിച്ചതായി കാണുന്നുമില്ല. SIT തങ്ങളുടെ അന്വേഷണ റിപ്പോർട്ട് 15 ദിവസത്തിനകം സമർപ്പിക്കേണ്ടതുണ്ട്. അതിനാൽ നമ്മൾ അന്വേഷണ റിപ്പോർട്ടിനായും അതിന്റെ കണ്ടെത്തലുകൾക്കായും കാത്തിരിക്കേണ്ടതാണ്. ഇതിനിടയിൽ ആരുടെയെങ്കിലും പക്കൽ എന്തെങ്കിലും വസ്തുക്കൾ ഉണ്ടെങ്കിൽ അവ നേരിട്ട് SITക്ക് തന്നെ കൈമാറുന്നതാണ് ഉചിതം. അടിസ്ഥാനരഹിതമായ കാര്യങ്ങളും നിരാധാരമായ ആരോപണങ്ങളും ഭക്തരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്നവയാണ്. ക്ഷേത്ര ട്രസ്റ്റ് കേവലം ഒരു FIR മാത്രം രജിസ്റ്റർ ചെയ്തിരുന്നുവെങ്കിൽ അതിന്റെ അന്വേഷണം പ്രാദേശിക പോലീസ് സ്റ്റേഷനിലെ ഒരു സാധാരണ അന്വേഷണ ഉദ്യോഗസ്ഥന് മാത്രമായിരിക്കും ലഭിക്കുക. അങ്ങനെയുള്ള ഒരു അന്വേഷണത്തിന് ഒരിക്കലും ഒരു SITയുടെ അന്വേഷണ മികവിനോട് കിടപിടിക്കാൻ കഴിയില്ല. SIT മുഖേന അന്വേഷണം നടത്തുന്നതിന് പിന്നിൽ താഴെ പറയുന്ന പ്രധാന ഘടകങ്ങളാണുള്ളത്. 1. നിഷ്പക്ഷവും സ്വാതന്ത്ര്യവുമായ അന്വേഷണം. ആരോപണങ്ങളുടെ നിഴലിൽ ക്ഷേത്ര ട്രസ്റ്റുമായി ബന്ധപ്പെട്ട ജീവനക്കാരും ഭാരവാഹികളും ഉള്ളതിനാൽ ഒരു പ്രാദേശിക പോലീസിന് പകരം ഉന്നത തലത്തിലുള്ള ഒരു സ്വാതന്ത്ര്യ സംഘത്തെയാണ് നിയമിച്ചിരിക്കുന്നത്. ഇതിൽ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മീഷണർ, IG റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ, സാമ്പത്തിക വിദഗ്ധർ എന്നിവർ ഉൾപ്പെടുന്നു. ഇത് അന്വേഷണത്തിൽ ഉണ്ടാകാനിടയുള്ള ബാഹ്യമായോ ആന്തരികമായോ ഉള്ള സ്വാധീനങ്ങളുടെ സാധ്യതകളെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നു. 2. വിദഗ്ധരുടെ സംഘം. സാധാരണ പോലീസുമായി താരതമ്യം ചെയ്യുമ്പോൾ സൈബർ, ഫോറൻസിക്, ഫിനാൻഷ്യൽ ഓഡിറ്റ് തുടങ്ങിയ മേഖലകളിലെ വിദഗ്ധരുടെ ഒരു നിര തന്നെ SITക്ക് ഒപ്പമുണ്ട്. ഇത് വിശദമായ നിയമ നടപടികൾക്കായി അന്വേഷണത്തിന് ശക്തമായ ഒരു അടിത്തറ നൽകുകയും ആവശ്യമെങ്കിൽ സ്വയം നടപടികൾ സ്വീകരിക്കാൻ അവരെ പ്രാപ്തരാക്കുകയും ചെയ്യുന്നു. ആരോപണം ഉന്നയിക്കുന്നവർ ഈ SIT അന്വേഷണത്തെ പോലും ചോദ്യം ചെയ്യുന്നുണ്ടെങ്കിൽ ലോകമെമ്പാടുമുള്ള ഭക്തർക്ക് ഇനി അറിയേണ്ടത് സത്യാവസ്ഥ മാത്രമാണ്. ഏതെങ്കിലും തരത്തിലുള്ള ക്രമക്കേട്
ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെങ്കിൽ കുറ്റക്കാർക്ക് കഠിനമായ ശിക്ഷ ലഭിക്കണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. വ്യവസ്ഥയിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് ഉടൻ പരിഹരിക്കണമെന്നും ഒപ്പം വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ച് തങ്ങളുടെ കള്ള പ്രചാരണങ്ങളിലൂടെ ഹൈന്ദവ വിശ്വാസത്തെയും ഭക്തിയെയും മുറിവേൽപ്പിച്ചവർക്കും കൃത്യമായ ശിക്ഷ ലഭിക്കണമെന്നും എല്ലാവരും ആഗ്രഹിക്കുന്നു.